എടാ ഞാനിവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ നീ തമാശ പറയരുത് കേട്ടാ. അമ്മ പറയാമ്മ. കല്യാണം കഴിഞ്ഞ് നീ പോയാ അമ്മയുടെ ഒരു വശം തളർന്നതുപോലെ ആയി പോവും മോളെ. ആ സങ്കടം അമ്മയ്ക്ക് വേണ്ട. പൊന്നാരന്തോട്ടം കുടുംബം വലിയ ദൂരത്തൊന്നും അല്ലല്ലോ. ഒരു ഓട്ടോറിക്ഷ പിടിച്ച 10-15 മിനിറ്റുള്ളിൽ അവിടെ എത്താം. അമ്മ എന്നും രാവിലെ അങ്ങോട്ട് വരണം. എന്നെ കണ്ടിട്ട് വൈകുന്നേരം ആകുമ്പോ ഇങ്ങോട്ട് വരാം. അതൊന്നും ശരിയാവില്ല. മക്കളെ കെട്ടിച്ചയച്ചിട്ട് എന്നും അവളുടെ പിന്നാലെ കെട്ടിച്ചയച്ച വീട്ടിലേക്ക് ചെല്ലാന്ന് പറഞ്ഞാലേ അതൊരു മര്യാദ കേടാ. ഒരുപക്ഷെ നിന്നോടൊപ്പം ഞാൻ ആഘോഷിക്കുന്ന നിന്റെ അവസാനത്തെ ബർത്ത്ഡേ ആയിരിക്കും അല്ലേ ഇത്. അടുത്ത വർഷം അവിടെ പൊന്നാരൻ തോട്ടത്ത് അഭിഷേകിനോടൊപ്പം ആയിരിക്കുമല്ലോ നീ പിറന്നാൾ ആഘോഷിക്കുന്നത്. സിദ്ധുവേട്ടാ, ഇപ്പൊ ഡോർ തുറക്കല്ലേ? അല്ല, അപ്പൊ എനിക്ക് മാലായെ കാണണ്ടേ? മാലാക്കെ കാണാം. അതിനു മുൻപ് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്താ? അതെ, നമ്മൾ ഈ സമയത്ത് വന്നത് വേറെ ആരെങ്കിലും കണ്ടാൽ ശരിയാവില്ല. അതാകെ കുഴപ്പമാവും. അതുകൊണ്ട് സിദ്ധുവേട്ടൻ ഇപ്പൊ പുറത്തിറങ്ങരുത്. കാറിൽ തന്നെ ഇരിക്കണം. മനസ്സിലായല്ലോ? ഞാൻ ആദ്യം ഈ ഗിഫ്റ്റ് കൊണ്ടുപോയി അഞ്ജിതയ്ക്ക് കൊടുക്കട്ടെ. എന്നിട്ട് ഏട്ടനെയും കൂട്ടിക്കൊണ്ടുപോയി ഏട്ടന്റെ മാലാക്കി കാണിച്ചു തരാം. എന്താ, ഓക്കെ അല്ലേ? ഞാൻ എന്നാ അഞ്ജിത ഒന്ന് വിളിക്കട്ടെ. ഹലോ അഭിയേട്ടാ. അഞ്ജു, കിടന്നോ? ഇല്ല, അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അഭിയേട്ടൻ പറ. അഞ്ജുവിന് ബർത്ത്ഡേ ഗിഫ്റ്റ് വേണ്ടേ? വേണം. എങ്കിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങി വാ. ഇപ്പോഴോ? ആ അതെ, ഇറങ്ങി വാ. ഞാൻ തന്റെ വീടിന് പുറത്തുണ്ട്. ഈശ്വര, വീടിന് പുറത്തോ? സത്യമാണോ അഭിയേട്ട പറയുന്നത്? എന്താടോ, എന്നെ തനിക്ക് വിശ്വാസമില്ലേ? ഞാൻ പുറത്തുണ്ട്, വെറുതെ പറയുന്നല്ല. ഇറങ്ങി വാ. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എടോ, ഇപ്പൊ സമയം എത്രയെന്നറിയോ? 12-ന് 5 മിനിറ്റ് കൂടി. അതായത് 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ തന്റെ ബർത്ത്ഡേയാ. ബർത്ത്ഡേക്ക് തനിക്ക് ആദ്യം ഗിഫ്റ്റ് തരുന്നത് ഞാൻ അവിടെ നിന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാ സർപ്രൈസ് ആയിട്ട് ഞാൻ ഇവിടെ വന്നത്. വരുന്നു. ആ പിന്നെ താൻ വരുന്നത് ആരും കാണണ്ട. ഈ നേരത്ത് ഞാൻ ഇവിടെ വരുമെന്ന് വീട്ടുകാരറിഞ്ഞ മോശം. ഇല്ല, ആരും അറിയില്ല. അഭിയേട്ടൻ ഫോൺ വെച്ചോ. ഏട്ടൻ ഇവിടെ തന്നെ ഇരിക്കണേ. എവിടെ ഇറങ്ങി പോരുത്. ഞാൻ ഇപ്പൊ വരാം. അഞ്ജു വാ, നമുക്ക് അങ്ങോട്ട് കുറച്ച് മാറി നിൽക്കാം. എന്തിന്? വാ, പറയാം. അപ്പോ അഭിയേട്ടന് എന്നോട് ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നോ? പിന്നെ താനെന്താ കരുതിയത്?
എന്നോട് ഇഷ്ടമുണ്ടെന്നറിയാം. എന്നാലും ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ലല്ലേ? തീരെ പ്രതീക്ഷിച്ചില്ല. വല്ലാത്ത അത്ഭുതമായി പോയി. ഇനി ഇതുപോലെ എന്തൊക്കെ അത്ഭുതങ്ങള് അഞ്ജിത കാണാൻ പോകുന്നു? ആണോ? അഭിഷേക് ആരാണെന്ന് താൻ അറിയാൻ പോകുന്നേ ഉള്ളൂ. ആളൊരു റൊമാൻറ്റിക് ഹീറോ ആണെന്ന് മനസ്സിലായി. റൊമാൻസ് ഇല്ലെങ്കിൽ പിന്നെ ലൈഫിന് എന്ത് രസമാണ് ഉള്ളത്? റൊമാൻസ് വേണം. നമുക്കിടയിലെ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് റൊമാൻറ്റിക് ആയിരിക്കണം. പ്രണയിച്ചാലും പ്രണയിച്ചാലും കൊതി തീരരുത്. ഈ ജന്മം മുഴുവൻ പ്രണയത്തിൽ അലിഞ്ഞലിഞ്ഞ് അതിന്റെ സുഖവും കുളിരുവേറ്റ് അങ്ങനെ കഴിയണം. അല്ല, ഗിഫ്റ്റ് ഒന്നുമില്ലല്ലോ. എവിടെ കാണട്ടെ? വെയിറ്റ് ടൈം ആവട്ടെ. ഇനി 30 സെക്കൻഡ് കൂടിയുണ്ട്. കൃത്യം 12 ഇനി ഗിഫ്റ്റ് തരാലോ? ഒന്ന് ക്ഷമിക്കടോ. അങ്ങനെ വെറുതെ തരാൻ പറ്റുമോ? ഞാൻ ആദ്യമായിട്ട് തനിക്ക് തരുന്ന സമ്മാനമല്ലേ, അതിന് അതിൻ്റെതായ ചില രീതികളൊക്കെ ഉണ്ട്. I hope this is the best birthday ever. I love you.
ഇത് പ്യോർ ഡയമണ്ട് അല്ലേ? താൻ എന്താ കരുതിയത്? ഞാൻ എന്താ ഫാൻസി റിങ് കൊണ്ടുവരുന്നോ? ഇത് പരിശുദ്ധമായ രത്നമാണ്. തിളക്കം കണ്ടപ്പോ തോന്നി. അല്ല, ഇതിന് എത്ര രൂപയായി? ഇതിന് 2 ലക്ഷം രൂപ. ഓ, 2 ലക്ഷം രൂപയോ? ആ, 2 ലക്ഷം രൂപ. കെട്ടാൻ പോകുന്ന പെണ്ണിന് ആദ്യ സമ്മാനമായിട്ട് കൊടുക്കുന്നത് വെറും 2 ലക്ഷത്തിന്റെ സമ്മാനമാണോ? ഞാനൊരു 5 ലക്ഷമെങ്കിലും പ്രതീക്ഷിച്ചു. ഹാബി ഇതെവിടെയാ പോയെ? കാണുന്നില്ലല്ലോ. അഭി പറഞ്ഞുള്ളൂ ആരും കാണാൻ പാടില്ലെന്ന്. എന്തായിടാ സംഗതി സക്സസ്. നോക്കട്ടെ. ഇതോടെ അവളുടെ അഹങ്കാരം തീരും. ഈ വിഷ്വൽസ് വെച്ച് ഞാൻ അവളെ എന്റെ കാൽ കീഴിൽ കൊണ്ടുവരും.
എടാ ഇവനെങ്ങനെ ഇവളുടെ മുറി എത്തി? നാശം പിടിക്കും. കുട്ടനെന്താ ഇവിടെ? മാലാഖേ, ഞാൻ മാലാഖെ കാണാൻ വന്നാ. ഡേയ്, ഞാൻ മാലാഖയ്ക്ക് ഒരു സമ്മാനം കാണുന്നുണ്ട്. വാങ്ങിക്കേ. താങ്ക്സ്. അതെ, നോക്കി എങ്ങനെ ഈ നേരത്തെ ഇവിടെ വന്നു? അതെ, അഭിഷേകിന്റെ കൂടെ വന്നതാ. അഭിഷേകം? എന്നിട്ട് അഭിഷേക് എവിടെ? അവൻ പുറത്തുണ്ട്. വാ, നമുക്ക് അഭിഷേകിനെ പോയി കാണാം. വാ. കണ്ട കുഴപ്പാവും. അഭി അങ്ങനെ പറഞ്ഞേ. വാ വാ, നടക്ക്. വാ. അയ്യോടാ, ഈ ടെഡി ബെയർ എങ്ങനെ ഇവിടെ വന്നു? എടുത്തോ. എടുക്കല മണ്ട. കുട്ടാ, ഇത് ഞാൻ എടുത്തോട്ടെ. എടുത്തോ. വാ. അവിടെ പോയി കാണാം. വാ. നാശം. ആയിരം സ്വർഗങ്ങൾ സ്വപ്നമായെത്തി, ആയിരം സ്വർഗങ്ങൾ സ്വപ്നമായെത്തി, മായികെ നീ നിൻ നടനം നടത്തി, മായയെ നീ നടനം നടത്തി, പുഞ്ചിരി പെയ്തു പെയ്താടു നീ ലളിതേ, പുഞ്ചിരി പെയ്തു പെയ്താടുമീ ലളിതേ. ആയി. അമ്മേ, അമ്മ ഇന്ന് എനിക്ക് ഇവിടെ കുട്ടികളുടെ കൂടെ കളിക്കാൻ പറ്റുമോ? ആ, കളിക്കാലോ. അതിനെന്താ? പിന്നെ ഡ്രോയിങ്ങിന് പോകാൻ പറ്റുമോ? തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിതേ, ലിസൺ ഹിയർ. ഇവിടെ ശ്രദ്ധിക്കൂ. പുഞ്ചിരി പെയ്തു പെയ്താടു നീ ലളിതേ, തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിതേ. മാലാഖേ, കുട്ടാ. സിദ്ധു, മോൻ അവിടെ പോയിരിക്കും. എനിക്ക് മാലാഖയോട് ഒന്ന് സംസാരിക്കണം അമ്മ. സംസാരിക്കാം സിദ്ധു, കുറച്ച് കഴിയട്ടെ. മോനിപ്പോ അവിടെ ചെന്നിരിക്കും. ഇല്ല ഇല്ല, ഞാൻ ഇവിടെ നിന്നോളാം. സിദ്ധു പറയുന്നത് കേക്ക് മോനെ. എനിക്ക് സംസാരിക്കണം അമ്മ. അമ്മ പറയുന്നത് കേക്ക് മോനെ. നല്ല കുട്ടിയല്ലേ, ഇപ്പൊ അവിടെ ഇരിക്കും. ചെല്ല് സിദ്ധു, പോയിരിക്കും. ദേവിക, ഒന്ന് വരൂ, എനിക്കൊന്ന് സംസാരിക്കണം. ആരും ബഹളം വെക്കരുത്. ഞാനിപ്പോ വരാം. കുട്ടാ, ഞാനിപ്പോ വരാം. നോക്കണേ. എന്താ മാഡം, എന്താ പറയാനുള്ളത്? എല്ലാം ആലോചിച്ചിട്ട് തന്നെയല്ലേ ദേവിക സിദ്ധുവായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത്? അതെ, അത് ഞാൻ മാഡത്തിനോടും മുത്തശ്ശിയോടും വ്യക്തമായിട്ട് തന്നെ പറഞ്ഞതാണല്ലോ. പിന്നെന്ത് പറ്റി? ദേവികയെ സിദ്ധുവായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഗോപിക അവിടെ കിടന്ന് ബഹളം കൂട്ടുന്നുണ്ടായിരുന്നു. ഓ, അതാണോ കാര്യം? അവളിത് എന്നോടും പറഞ്ഞിരുന്നു. ഋഷിയോ അവൾക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചേ. ഋഷി ഗോപികയെ സപ്പോർട്ട് ചെയ്യുന്നോ? എന്നിട്ട് അവൻ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. മാഡം ടെൻഷൻ ആവണ്ട. ഇനി അതൊന്നും ചിന്തിക്കുക വേണ്ട.
ഗോപിക പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. കുട്ടനുമായിട്ടുള്ള വിവാഹത്തിന് മനസ്സറിഞ്ഞ് തന്നെ ഞാൻ സമ്മതിച്ചത്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എന്റെ വാക്കും തീരുമാനം ഞാൻ മാറ്റില്ല മാഡം. ധൈര്യമായിട്ടിരിക്കെ. നിന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ടേ? സിദ്ധുവിനെ പോലെ ഒരാളെ വിവാഹം കഴിക്കാൻ ഏത് സ്ത്രീയാ തയ്യാറാവുക എന്നാ ഗോപിക എന്നോട് ചോദിച്ചേ. നീ അതിന് തയ്യാറാണല്ലോ അല്ലേ? മാഡം ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞ് പ്രയാസപ്പെടരുത്. ഞാൻ പറഞ്ഞില്ലേ, ദയവായിട്ടായി വിവാഹത്തിന് എന്നെ സമ്മതിപ്പിച്ചത്. ഇത് ഈശ്വര നിശ്ചയ. അതുകൊണ്ട് നന്ദി പറയേണ്ടതും കരയേണ്ടതൊക്കെ ഈശ്വരന്റെ മുൻപിലാ. മാഡം കണ്ണു തുടക്കേ. ദേവികെ, എന്റെ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിക്കാം. ഗോപികയുടെ അനിഷ്ടവും നീ മാറ്റിയെടുക്കണം എന്നു മാത്രമല്ല, കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇനി നീ വേണം നോക്കി നടത്താൻ. എല്ലാം ഞാൻ കണ്ടറിഞ്ഞ് ചെയ്തോളാം മാഡം. ഋഷിയുടെ കല്യാണം നടന്നതുപോലെ ആവരുത് സിദ്ധുവിന്റെ കല്യാണം എന്നൊരു വാശി എനിക്കുണ്ട്. ഈ നാട് കണ്ടതിൽ വെച്ച് കേമമായ വിവാഹമായിരിക്കണം സിദ്ധുവിൻ്റേത്. ഞാൻ കുറച്ച് പണം ദേവികയ്ക്ക് തരാം. ആ പണം കൊണ്ട് അഞ്ജിതയ്ക്കും ദേവികയ്ക്കും വേണ്ട ആഭരണങ്ങൾ നിങ്ങൾ വാങ്ങിക്കണം.